ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം അത്രമേൽ സ്നേഹിച്ച തന്റെ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം നൽകിയ വലിയ വാഗ്ദാനത്തിന്റെ ഉത്തരമാണ് വേദങ്ങൾ പോലും പ്രഘോഷിച്ച പ്രജാപതിയായ യേശുവിന്റെ ജനനം. വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി ബേത്ലഹേമിൽ പൂജാതനായ യേശു സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിന്റെ ബലിയാണ്. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന വാഗ്ദാനത്തെ പേറിയ പരിശുദ്ധ ദൈവമാതാവ് സ്ത്രീകളിൽ ധന്യയും ആ ഉദരം മഹനീയവുമാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ഗബ്രിയേൽ മാലാഖയുടെ ശബ്ദം ഇന്നും ലോകത്തെവിടെയും മുഴങ്ങി കേൾക്കുന്നു. മഞ്ഞ് വീണ് കുളിരണിഞ്ഞ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഏറ്റവും എളിയവനായി പിറവിയെടുത്ത യേശു ലോകരക്ഷകനാകുന്നത് തന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും സ്നേഹത്തിലും വളർന്നതുകൊണ്ട് മാത്രമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് ആകുന്ന തിരുപ്പിറവി. ഓരോ ക്രിസ്തുമസും മനുഷ്യരാശിക്ക് അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കും അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയായി മാറണം. ക്രിസ്തുമസ് രാവുകളിൽ മുഴങ്ങി കേൾക്കുന്ന കരോൾ ഗാനങ്ങളും കണ്ടുമുട്ടുന്ന സാന്താക്ലോസും നമ്മെ സമാധാനത്തിന്റെ ആഘോഷമാകുന്ന ക്രിസ്തുമസിലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ. ഏവർക്കും തിരുപ്പിറവിയുടെ ആശംസകൾ നേരുന്നു. ജയ് ക്രൈസ്റ്റ്.